ഇന്നലെ കൊച്ചിയിൽ സമരം നടത്തിയ വൈദികർക്കെതിരെയും വിശ്വാസികൾക്കെതിരെയും കള്ളക്കേസെടുത്ത് പോലീസ്. ചെല്ലാനം മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള തീരം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് വർഷങ്ങളായി നിരവധി ജനങ്ങളാണ് സഹന സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഈ വർഷവും ജീവിതം ദുസ്സഹമായപ്പോൾ വൈദികരുടെ നേതൃത്വത്തിൽ നിരാഹാര സമരം നടത്തിയ സമരവേദിയിലേക്ക് തീരവാസികൾ ജാഥയായെത്തി അഭിവാദ്യമർപ്പിച്ചു. അങ്ങനെ എത്തിയപ്പോൾ ഗതാഗത ക്രമീകരണങ്ങൾ നടത്താൻ പരാജയപ്പെട്ട പോലീസുകാർ മനഃപൂർവ്വം വഴി തടയണമെന്ന ഉദ്ദേശത്തോടെ ഗൂഢാലോചന നടത്തി പ്രവർത്തിച്ചു എന്ന ആരോപണങ്ങൾ വ്യാജമായി ഉന്നയിച്ചാണ് ലത്തീൻ കത്തോലിക്ക സമുദായത്തിന്റെ വക്താവിനെയും സമരമേറ്റെടുത്തിരിക്കുന്ന വൈദികരെയും മറ്റു പ്രവർത്തകരെയും പ്രതികളാക്കി കേസെടുത്തിരിക്കുന്നത്. തോപ്പുംപടി പോലീസിന്റെ നടപടി പ്രതിഷേധാർഹമാണ്. കേസിൽ പ്രതികളാക്കിയവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ സമരപ്പന്തലിൽ ഇരുന്നവരാണെന്ന് വ്യക്തമായിട്ടും അവർക്കെതിരെയാണ് ജാഥ നയിച്ചുകൊണ്ടുള്ള വഴി തടസ്സപ്പെടുത്തിയെന്ന് കള്ളക്കേസെടുത്തിരിക്കുന്നത്. ഈ ശുഷ്കാന്തി കാണിക്കേണ്ടത് കടപ്പുറത്താണെന്നും ഗതികെട്ട് തെരുവിലിറങ്ങിയ ജനത്തിനു നിയന്ത്രിക്കാൻ പറ്റാത്ത പോലീസ് അവർക്കെതിരെ മനഃപൂർവ്വം വഴിതടയണമെന്ന ഉദ്ദേശത്തോടെ അവിടെ എത്തിച്ചു എന്നാണ് കള്ളക്കേസെടുത്തിരിക്കുന്നത്. ആരു പറഞ്ഞിട്ടാണെങ്കിലും പോലീസേ, ഇത് ഭീരുത്വമാണ്. എറണാകുളം ജില്ലയിൽ ചെല്ലാനം മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള 17 കിലോമീറ്റർ തീരപ്രദേശത്ത് കടൽഭിത്തി കാലാകാലങ്ങളിൽ ശരിയായി മെയിൻ്റനൻസ് നടത്താത്തതുകൊണ്ട് തീരം തകർന്ന് തരിപ്പണമായ സാഹചര്യത്തിൽ ഈ 17 കിലോമീറ്ററിൽ ടെട്രോപാഡ് ഉപയോഗിച്ചുള്ള കടൽഭിത്തി നിർമ്മിക്കുന്നതിന് സാഹചര്യങ്ങൾ ഉണ്ടാവുകയും അതിൽ 7.3 കിലോമീറ്റർ ഭാഗത്ത് മാത്രം ചെല്ലാനത്ത് കടൽഭിത്തിയുടെ ടെട്രോപാഡ് നിർമ്മിക്കുകയും ശേഷിക്കുന്ന സ്ഥലം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന രീതിയിൽ കടൽക്ഷോഭത്തിന് ഇരയാവുകയും ചെയ്തപ്പോൾ ആളുകൾ അവിടെ സ്ഥിരമായി മാറി താമസിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ ജനം പ്രതിഷേധിക്കാൻ തുടങ്ങി.